വരച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹലോ, എല്ലാവർക്കും മറ്റൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിതാ വയനാട്ടിലേക്ക് ഒരു കുഞ്ഞു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാര്യങ്ങൾ കാണാം. നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഉപയോഗിക്കാണ്ട് ട്രൗസർ എടുക്കാൻ പോകുന്നത്. ഓക്കെ, എടോ എടോ ഇങ്ങോട്ട് നോക്കടോ. അപ്പോൾ ഇതാണ് നമ്മൾ റിസോർട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ രാത്രി ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴത്തേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വയനാട്ടിലെ ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഇതാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ബാക്കി നമുക്ക് ഉള്ളിൽ പുറത്താണ് നല്ല സെറ്റപ്പാണ്. അകത്ത് കയറി നോക്കാം എങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നമ്മൾ റൂമിൻ്റെ ചാവി മേടിക്കണം. അപ്പം അങ്ങനെ റൂമിൻ്റെ ചാവിയൊക്കെ മേടിച്ച് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 റൂം അടുത്തായിട്ട് ഒരു ഹാള് പിന്നെ ഒരു ബാൽക്കണിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ അടുത്ത് നമ്മൾ വലിയൊരു മിറർ കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു തത്രപ്പാടാണ് കാണുന്നത്. അങ്ങനെ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ബാക്കി ഒരു എന്താ പറയുക മുത്തോറിന് ഒരു ഫ്രണ്ടും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ TV കണ്ടപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കുമ്പം സീരിയൽ റിമോട്ടാണെങ്കിൽ അനങ്ങുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരെത്തിയതിന് ശേഷം നമ്മളിതിൻ്റെ പുറത്ത് എന്തൊക്കെയാണുള്ളതെന്നുള്ള നോക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പുറത്ത് ഇതാ അവിടെ ഒരു നമ്മുടെ തൂക്കുപാലം പോലത്തെ ഒരു ബ്രിഡ്ജ്, തൂക്കുപാലം പോലൊരു സംഭവമുണ്ട്. പിന്നെ നമ്മുടെ പൂളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ടോപ്പ് മേലെ കയറിയിട്ട് അവിടെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കുകയാണ്. അങ്ങനെ കണ്ടോ, ഇവിടെയാണ് ഇങ്ങനെ നമ്മുടെ ഒരു ഊഞ്ഞാലൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കണ്ട് കുറച്ചൊരു ഊഞ്ഞാലൊക്കെ ആടി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദൂരെ നിന്ന് നടന്നു വരുന്ന മനുഷ്യനെ കണ്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ പാലത്തിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ ഗ്ലാസ് കൊണ്ടാണിട്ടുള്ളത്. നമുക്ക് താഴോട്ട് നോക്കിയാൽ നമുക്ക് പേടിയാവും. എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെന്താ ഇവിടെ നിന്ന് ചുറ്റിയടിച്ച് 2 ഊഞ്ഞാലായിട്ടൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ മിസ്സായിപ്പോയി കഴിഞ്ഞ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവരെ കലാപരിപാടിയായിട്ട് നമുക്ക് കാണാൻ പോകുന്നത്. ഇവരെ ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മിസ്സാവും, നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെയുള്ള ഊഞ്ഞാലാട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യുക റൂമിലോട്ട് പോവാം. ബാക്കി എന്ത് കാണാം. ഇവരുടെ ശോകഗാനം പാടി ഞങ്ങളെ ഉറക്കിക്കിടത്തിരിക്കുകയാണ് ഗൈസ്. ഇപ്പം ഞങ്ങളെ ഉണർത്താൻ വേണ്ടിയുള്ള ഗംഭീര പെർഫോമൻസിന് നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഇവരുടെ കുറച്ച് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഉറങ്ങി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ വിശേഷങ്ങൾ കാണാം. യെസ്, എങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ചാടാമെന്നാണ് ഗൈസ് കാണിക്കുന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഇന്നലെ നമ്മളോട് ആ പരിപാടി കഴിഞ്ഞതിൻ്റെ ക്ഷീണവും പിന്നെ ഇവരുടെ ഡാൻസും കുത്തൊക്കെ കണ്ട് നമ്മൾ നേരത്തെ ഉറങ്ങിപ്പോയി. അങ്ങനെ പിറ്റേത് രാവിലെ ആയിട്ടുണ്ട്. രാവിലെ നമ്മൾ ഈ ഒരു ദിവസം തുടങ്ങുന്നതിന് പൂളിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ രാവിലെ ആ പൂളിൽ ഇറങ്ങി ഇവിടുത്തെ വെള്ളത്തിലുള്ള കളിയൊക്കെയാണ്. എന്തൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം, ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ നോക്കാം. പൂളിൽ നിന്നൊക്കെ ഇറങ്ങി കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞു. നമ്മളതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് അല്ലേ. യെസ് ടാറ്റ. അബി മുത്തേ ഒന്ന് പേക്കോട്ട് തിരിഞ്ഞ് നോക്കൂ. മുറ്റത്തൊരു മൈന. വീഡിയോയാ, എൻ്റെ കൈ കൂടി കൈ വെച്ചിരോ. എന്താ അറിയാം, ഞാൻ വീഡിയോ എടുക്കല്ലേ, അതല്ലേ അത്രക്കുണ്ട് സ്നേഹം, മനസ്സിലായല്ലോ.
സ്പേസ് ചെയ്ത് നോക്ക്. വെള്ളാപ്പമുണ്ട്, പൂരിയുണ്ട്, എന്തോ കറി എന്താ മുട്ടക്കറിയും സാമ്പാറും. മുട്ടക്കറിയുണ്ട്, സാമ്പാറുണ്ട്, ചട്നിയുണ്ട്. ഓക്കെ മുത്തേ നോക്ക്. അപ്പൊ നമ്മൾക്ക് തുടങ്ങാം. മുത്ത എനിക്കൊരു പൂരി എടുത്ത് വീഡിയോ പിടിക്കുന്നുണ്ടോ? എടുക്കുമ്പോൾ മോശം. ഒരു പൂരി, പൂരി സാമ്പാറാ വേണ്ട, ആ ഗ്രേവി, മുട്ട വേണ്ട, ഗ്രേവി അല്ല. ഇനിയിപ്പോൾ എന്താ പറയുന്നു, ഫുള്ള് മണ്ടത്തരാണ് പറയുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി. നമ്മളിവിടെ ഇനി അഭിയേട്ടൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എവിടേക്കൊക്കെയോ പോകുന്നുണ്ട്. അപ്പം നമുക്ക് എവിടേക്കാണെന്ന് നോക്കാം. മാംഗോ ഇടവേളകൾ ആനന്ദകരമാക്കാൻ നമുക്ക് മാങ്ങയില് മുളക് കൂട്ടി കഴിച്ച അടിപൊളി. മോഷണം കുറ്റമാണ്, പക്ഷെ ഭക്ഷണത്തിന് വേണ്ടി മോഷ്ടിക്കുന്നത് കുറ്റകരമല്ല എന്നാണ് വിക്ടോർ യൂഗോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ അഭിയേട്ടൻ്റെ ആ റിലേറ്റീവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വയനാട് പനമരത്താട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ 2 തക്കുടുമണികളുണ്ട്. അപ്പോൾ അവരെയും കൂട്ടി നമ്മൾ എന്ത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓർമ്മയില്ല ഇവിടെ പോയി. അപ്പോൾ നമുക്കിവിടെ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബിരിയാണി മന്തിയൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ കരുതി ഇന്ന് വേറെ എന്തെങ്കിലും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ്, നമ്മൾ എന്താണ് വെജ് ഫ്രൈഡ് റൈസും പിന്നെ അതുപോലെ തന്നെ അതിൽ എന്തായിരുന്നു ബീഫിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, ബീഫ് കോക്കനട്ട് ഫ്രൈ എന്ന് പറഞ്ഞാൽ അതുമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വന്നിട്ട് കാണാം. നമ്മുടെ സാധനം ഇവിടെ ലവ് വരച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താണ് മുത്ത ഒരു ഇളക്കം? ഫ്രൈഡ് റൈസ്, നമ്മൾ എന്താണ് ഗോപിയാണോ ചിക്കനാണോ? കോക്കനട്ട് സാധനം കൂടി പോന്നോ? സോ നമ്മൾ ഫോർക്കതല്ല, നമ്മൾ കൈ വെച്ചാൽ ഗൈസ് കഴിക്കാൻ. അങ്ങനെ നമ്മൾ ആ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വലിയൊരു ഫാൻസി എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ഇവിടെയുള്ള കുട്ടികൾ. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് 2 സാധനമൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചതാ പോവാണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ് ഗൈസ്. നമ്മൾ നേരെ പോകുന്നത് ഇവിടെ അടുത്ത് വള്ളിയൂർക്കാവ് അമ്പലത്തിൽ ഒരു ഉത്സവം, അതിനനുബന്ധിച്ച് നമ്മൾ കാർണിവൽ ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിനുള്ളിൽ മീനൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ കയറുന്നില്ല. അപ്പോൾ അതിനുള്ള കാർണിവൽ ഫെസ്റ്റ് ഒന്ന് പോകാൻ കരുതി. അപ്പോൾ മാളു ചേച്ചിക്ക് ഇവിടെ നിന്ന് ഒരു ഡ്രസ്സ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഡ്രസ്സൊക്കെ മേടിച്ച് ചേഞ്ച് ചെയ്ത് നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇവിടെ ഒന്ന് നമ്മൾ കണ്ട് നമ്മൾ നേരെ കാർണിവൽ പോവാണ്. അവിടെ ഭയങ്കര രാത്രി ആയതുകൊണ്ട് നമ്മൾ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ നമ്മൾ കാർണിവൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോന്നു. ഹലോ, അങ്ങനെ നമ്മൾ രാത്രിക്കുള്ള ഭക്ഷണം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഏതോ ഒരു പമ്പിലെത്തിയിട്ടുണ്ട്.
നമ്മൾ നല്ല തട്ടുകടയിൽ നിന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കഴിക്കാം. ഓക്കെ, ഇവരിവിടെ സ്ഥലം ശരിയാക്കും. അഭിച്ചേട്ടൻ ഇവിടെ സ്ഥലം ശരിയാക്കുന്ന തിരക്കിലാണ്. തിരിച്ചു പോവുകയാണ്. ഇത് മുട്ട ഓംലേറ്റ്, നെയ്പ്പത്തൻ, നല്ല ചൂട് നെയ്പ്പത്തൻ. ചിക്കൻ ഫ്രൈ, യെസ്, സാധാ നോർമൽ ചിക്കൻ ഫ്രൈ. നമ്മളെ തട്ടുകടയിലൊക്കെ ഉണ്ടാകും നോർമൽ ചിക്കൻ. തട്ടുകടയിലുള്ളത് തട്ടുകടയിൽ നിന്ന് വാങ്ങി തന്നെയാണ്. ഓക്കെ, പിന്നെ എന്താ ചിക്കൻ്റെ ആ ഒരു സാലഡ് നല്ല എന്താ പറയുക, സാലഡ് ചിക്കൻ കറി അങ്ങനെ വേണേൽ പറയാം, അതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, നമുക്കിതെല്ലാം വിളമ്പിയിട്ട് കഴിക്കാം. നമ്മളെ കഥാനായകൻ, അയ്യോ മുത്തോടെ കണ്ണുണ്ട്, രണ്ടാളെ കണ്ണും ലൈറ്റ് ഇടുന്ന കണ്ണ് ഫുള്ള് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഗായ്സ്. നമ്മൾ കഴിച്ചാൽ മാത്രം മതി. വൃത്തിക്കുമ്പോ എനക്കും വിളമ്പിട്ടുണ്ട്. നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നത് ഇവിടെ ഫ്ലാഷ് അടിച്ച് കാണിച്ചു കൊടുക്കും. നിങ്ങളോട് കണ്ടോ, ഒരു നോമ്പ് തുറ പോലെ ഉണ്ടല്ലേ. നമുക്ക് അറ്റാക്ക് ചെയ്യാം ഗൈസ്. നമ്മൾക്ക് എന്ത് ചെയ്യാം, ചില്ലി ഒരു കഷ്ണം എടുക്കാം, എന്നിട്ട് നമുക്കിങ്ങനെ കഴിച്ചു നോക്കാം. കൊള്ളാം കൊള്ളാം, എല്ലാം കൊള്ളാം. അങ്ങനത്തെ ഫുഡ് കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം തിരിച്ചു പോവാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.